ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് റെയർ കളക്ഷൻ ഓഫ് സിൽക്കി കോട്ട കളേഴ്സ് ആണ് കാണുന്നത്. സിൽക്കി കോട്ട ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ആണ് കാണുന്നത്. അതിൻ്റെ റെയർ കളേഴ്സ് ആണ്. എപ്പോഴും നമുക്ക് എല്ലാ കടയിലും കിട്ടുന്ന കളേഴ്സ് അല്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാ സാരീസും ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ അകത്ത് ഒരെണ്ണം പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വലിയ പാർട്ടീസ് അല്ല പറഞ്ഞാൽ മിനി പാർട്ടീസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ്. ബാക്കി രണ്ടെണ്ണം നമ്മൾ ഇന്ന് 3 സാരി കാണുന്നത്. ബാക്കി 2 സാരീസ് ഡെയിലി വെയറിന് പറ്റിയ സാരീസുമാണ്. അപ്പം നമ്മൾ ബജറ്റിൽ ഒതുങ്ങുന്ന സാരീസാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം. എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. താഴെ കാണുന്ന പ്രൈസും അതുപോലെ തന്നെ നമ്പറും നിങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ആദ്യത്തെ സിൽക്കി കോട്ടയുടെ കളറ് നല്ല ആഷ് കളറാണ്. വളരെ എന്താ വെച്ചാൽ ഒത്തിരി തെറിച്ച് കളറ് ഇഷ്ടമല്ലാത്തവർക്ക് പറ്റിയൊരു കളർ സാരിയാണ്. ഇതാണ് ഇതിൻ്റെ സാരിയുടെ കളറ്. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ബേബി പിങ്ക് കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒട്ടും കളറ് ഒത്തിരി എംപോസ് ചെയ്ത കളർ കോമ്പിനേഷൻ ഒന്നുമല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. ഇത് ബട്ടൺ ഹോൾ ബാർ സ്റ്റിച്ചാണ് നമ്മൾ ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസിയും നടുക്ക് ഫ്രഞ്ച് നോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫ്ലവറിനെ എംപോസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുക്ക് കൊടുത്തിരിക്കുന്ന ഫ്രഞ്ച് നോട്ടിന് ഒരു ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും ഡാർക്ക് ഷെയ്ഡായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഫ്ലവർ പാറ്റേൺ ഉണ്ട്. ഈ ഒരു ഫ്ലവർ പാറ്റേൺ ആണ് മുന്താണിയുടെ ഒരു സൈഡിൽ. അതിൻ്റെ മറു സൈഡിൽ, മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കുറച്ചും കൂടെ കുഞ്ഞ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഡിസൈനാണ് മുന്താണിയുടെ മറ്റേ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലത്തെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈനാണ് നമ്മൾ റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സാരിയുടെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡർ പ്ലീറ്റിലാണ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് 2 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡെയിലി വെയറിന് പറ്റിയ ഫങ്ഷൻ ഓറിയൻറ്റഡ് ഒന്നും അല്ല. സിമ്പിളായിട്ട് നമുക്കൊന്ന് ഓഫീസിലൊക്കെ പോകുമ്പോൾ നുടുത്തോണ്ട് പോകാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 2 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് ഷെയ്ഡിലാണ് നമ്മൾ ഇത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നതാണ്. വളരെ ലൈറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ അകത്ത് ഈ ബേബി പിങ്ക് കളർ ബ്ലൗസ് പീസോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ സെയിം കളർ സാരിയുടെ തന്നെ കളറുള്ള ബ്ലൗസ് ഇട്ടാൽ നല്ലതായിരിക്കും. എനിക്ക് ഒരു നല്ലൊരു കളറാണ് ഈ ആഷ് ആൻഡ് ബേബി പിങ്ക് കളർ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ആഷ് ആൻഡ് യെല്ലോ വളരെ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പം ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1400 ആണ് ഇതിൻ്റെ റേറ്റ്. ഉടനെ തന്നെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അടുത്തത് വന്നിട്ട് ഒരു സെമി പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ്. നമ്മൾ ഹൽദി, ഇപ്പം എല്ലാ കല്യാണങ്ങൾക്കും നമുക്കൊരു ഹൽദി ഫങ്ഷൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഒരു മഞ്ഞളുടെ കളറിലുള്ള ഒരു ടർമറിക് യെല്ലോ കളർ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ ഒരു കളർ സാരിയാണ് അടുത്തത് വരുന്നത്. നല്ല ടർമറിക് യെല്ലോ ഷെയ്ഡിലുള്ള സിൽക്കി കോട്ട സാരിയാണ്. അതിൻ്റെ അത് നല്ല കോൺട്രാസ്റ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ലൈറ്റ് ലാവൻഡറും അതിൻ്റെ ഒരു ഷെയ്ഡ് കൂടിയ ലാവൻഡറും നടുക്ക് റെഡും ഗ്രീൻ ആണെങ്കിലും 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് 6 strands ആയിട്ട് തയ്ച്ചിരിക്കണമായിരുന്നു. നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ കളർ കോമ്പിനേഷൻസ് ആ റെഡും കൂടെ വന്നപ്പോൾ ഫ്ലവർ നല്ലോണം എംപോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുന്താണിയുടെ 2 സൈഡിലും ഉണ്ട്. സെയിം പാറ്റേണിൽ തന്നെ മുന്താണിയുടെ 2 സൈഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് പോർഷനിലും ഫ്രണ്ടിലാണെങ്കിലും നല്ലോണം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുന്താണി കണ്ടവർക്ക് തന്നെ ഒരു ഡിസൈൻ റണ്ണിങ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലാണ്, ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ 4 ഡിസൈനാണ് അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ സെയിം കളർ ബ്ലൗസോ അതല്ലെങ്കിൽ റെഡോ അല്ലെങ്കിൽ ഈ പർപ്പിൾ കളറോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ലൈറ്റ് പേർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ ഷെയ്ഡ് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലത് ഇതിൻ്റെ അകത്ത് ഡാർക്ക് ഷെയ്ഡ് റെഡ് അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡാണ് നല്ലത്. ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ നോക്ക് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന റെഡും കൂടെ വരുമ്പം ഞാൻ ആ റെഡ് ടോപ്പും കൂടെ ഇട്ടേക്കണമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവും. റെഡ് ഇടാം അല്ലെങ്കിൽ യെല്ലോ ഇടാം.
അതായിരിക്കും കൂടുതൽ നല്ലത്. അതും അല്ലെങ്കിൽ ഈ ഡാർക്ക് ഷെയ്ഡ് പർപ്പിൾ, ലൈറ്റ് ഷെയ്ഡ് ലാവൻഡർ പോകണ്ട, പ്രൊജക്ഷൻ കുറയും. ഈ ഈ 3 കളറിൽ ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയായിരിക്കും സാരിയുടെ ലുക്ക് വരുന്ന. ഉടുത്ത് വരുമ്പോൾ ഫ്രണ്ടിൽ ഇത്രയും നിറച്ചും ഡിസൈനും, ബാക്കിലും റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും. അപ്പോൾ ഹെൽത്തി ഫംഗ്ഷനൊക്കെ ഒരു സെമി ഫംഗ്ഷനായിട്ടോ, ഒത്തിരി ഹെവി വർക്കുള്ള സാരി അല്ല, എന്നാൽ ഒരു ഫംഗ്ഷൻ ഉടുക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇനി നമ്മുടെ അടുത്ത സാരി വളരെ സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ്. അതിൻ്റെ കളറാണ് ഏറ്റവും പ്രത്യേകത. തീരെ ലൈറ്റായിട്ടുള്ളൊരു ഗ്രീനാണ്. വളരെ പാസ്റ്റൽ ഗ്രീൻ എന്നൊക്കെ പറയത്തില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് ഇതിന് മുമ്പ് നമ്മൾ സിൽക്കിൽ ചെയ്ത് കണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ്, ഒരു പീക്കോക്ക് ഡിസൈൻ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ടെസർ സിൽക്കിൽ നിറച്ചൊരു പീക്കോക്ക് പാറ്റേൺ ചെയ്തത്. ആ സെയിം പീക്കോക്ക് ഡിസൈനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. കളർ വേരിയേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പീക്കോക്കിൻ്റെ ഇതിവിടെ ഫെദേഴ്സിനൊക്കെ നമ്മൾ ഗ്രീനാണ് കൊടുത്തെങ്കിൽ ഇവിടെ നമ്മൾ അതിനൊക്കെ കുറച്ചും കൂടെ വേറെ ഷെയ്ഡ് ഓഫ് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചാണാപ്പച്ച, അങ്ങനെ എന്തെങ്കിലും ഡാർക്ക് ഒലീവ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഷെയ്ഡിലുള്ള ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഫ്ലവേഴ്സൊക്കെ പിങ്കും യെല്ലോയും എല്ലാ ഷെയ്ഡ്സുമായിട്ടാണ് നമ്മൾ ഈ ഒരു പീക്കോക്ക് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് പല്ലുവിൻ്റെ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലാണ് റണ്ണിങ് പോർഷനിലൊന്നും ഡിസൈൻ ഇല്ല. ഇത് വളരെ ആകെ 3 ഡിസൈൻസ് ഈ സാരിയിലുള്ളൂ. ഷോൾഡറിലൊരു ഇതുപോലത്തെ ഒരു ഡിസൈൻ ഷോൾഡറിൽ വരുന്നുണ്ട്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. 3 ഡിസൈനാണ് വരുന്നുള്ളൂ. ഇങ്ങനെ മൊത്തത്തിൽ 3 ഡിസൈൻ ഈ സാരിയിലുള്ളൂ. റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ, ഷോൾഡർ, പിന്നെ മുന്താണിയുടെ ഒരു ഭാഗത്തും. ഇത് വളരെ സിമ്പിളായിട്ട് ഇടാവുന്ന ഒരു സാരിയാണ്, ഉടുക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പീക്കോക്കിൽ തയ്ച്ചിരിക്കുന്ന ഏത് കളർ വേണമെങ്കിലും നമുക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല, ഏത് ഷെയ്ഡ് ഇട്ടാലും. പക്ഷെ കുറച്ചും കൂടെ ഒരു നല്ല ലുക്ക് കിട്ടണമെന്ന് വെച്ചാൽ, കുറച്ചും കൂടെ ഗ്രാൻഡ് ലുക്ക് കിട്ടണമെങ്കിൽ ഈ സെയിം പാസ്റ്റൽ ഷെയ്ഡ് ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ്. ഇതിൻ്റെ റേറ്റ് എല്ലാവരും വിചാരിക്കും ഈ 3 ഡിസൈൻ തയ്ച്ചത് എന്താണ് 1500 റേറ്റ്, ഇതിന് ഏറ്റവും വില കുറവ് വരട്ടെ എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഈ ഒരു പീക്കോക്ക് എന്ന് പറഞ്ഞാൽ അത് തയ്ച്ചെടുക്കണമെങ്കിൽ കുറച്ചൊന്നും അല്ല പണി. കുറച്ചധികം നേരം ഇരുന്ന് തയ്ച്ചാലാണ് ഇതൊന്ന് തയ്ച്ച് തീരുക. അതുകൊണ്ട് ആ വർക്കിനുള്ള റേറ്റാണ് പറയുന്നത്. 1500 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇന്നത്തെ 3 സാരിയിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അയക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ 3 സാരിയും അതിൻ്റെ ഡിസൈൻസും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.